അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഹിക്മുൽ അതാഇയ്യയിലെ അടുത്ത ഹിക്മത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇദ്ഫിൻ വുജൂദക ഫീ അർളിൽ ഖുമൂൽ ഫമാ നബത മിമ്മാ ലം യുദ്ഫൻ ലാ യതിമ്മു നിതാജുഹു. ഇദ്ഫിൻ വുജൂദക, നീ നിൻ്റെ ഉണ്മയെ, നിൻ്റെ സത്തയെ നീ മറമാടുക, കുഴിച്ചു മൂടുക. ഫി അർളിൽ ഖുമൂൽ, ഖുമൂലിൻ്റെ ഭൂമികയിൽ. ഖുമൂൽ പറഞ്ഞാൽ അങ്ങനെ പ്രസിദ്ധിയില്ലാത്ത, ശുഹ്റത്തിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ, അപ്രസിദ്ധിയുടെ ഭൂമിയിൽ നീ നിൻ്റെ ശരീരത്തെ, നിൻ്റെ ഉണ്മയെ മറക്കുക, നീ കുഴിച്ചു മൂടുക. ഫമാ നബത മിമ്മാ ലം യുദ്ഫൻ, ദഫ്ന് ചെയ്യപ്പെടാത്ത ഒന്നിൽ നിന്നുണ്ടായ മരം അല്ലേ, മാനബത്ത മുളച്ചു പൊന്തിയത്, ഇമ്മ ലം യുദ്ഫൻ, ദഫ്ന് ചെയ്യപ്പെടാത്ത ഒരു വിത്തിൽ നിന്നുണ്ടായ, കുഴിച്ച് മണ്ണിലേക്ക് ഇറക്കാത്ത വിത്തിൽ നിന്നുണ്ടായ മരം ലാ യതിമ്മു നിതാജുഹു, അതിൻ്റെ ഫലം പൂർണ്ണമാവുകയില്ല, അല്ലെങ്കിൽ ഒരു യഥാർത്ഥത്തിലുള്ള ഫലം ലഭിക്കാൻ അത് വഴിയൊരുക്കുകയില്ല. ഓക്കെ. ഇദ്ഫിൻ വുജൂദക ഫീ അർളിൽ ഖുമൂൽ ഫമാ നബത മിമ്മാ ലം യുദ്ഫൻ ലാ യതിമ്മു നിതാജുഹു. അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾക്കറിയാം, നമ്മൾ ഈ ലോകം എന്ന് പറഞ്ഞാൽ ആകെ ബഹളമയമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെല്ലാം. കുറേ സമ്പത്തുണ്ടാക്കാൻ ഓടുന്നു, പ്രസിദ്ധി, അല്ലെങ്കിൽ എന്ത് പ്രവർത്തനങ്ങളിലാണെങ്കിലും അതിങ്ങനെ ഈ ആൾക്കൂട്ടത്തിനിടയിൽ ഇങ്ങനെ എല്ലാവരും സഞ്ചരിക്കുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ സഞ്ചരിക്കുക. അങ്ങനെ ആകെപ്പാടൊരു തിരക്കിട്ട ജീവിതത്തിലൂടെയാണ് മനുഷ്യനിങ്ങനെ പോകുന്നത്. എന്നാൽ ആ തിരക്കിട്ട ജീവിതം എന്നുള്ളത് വിജയിക്കണമെങ്കിൽ, ആ ജീവിതത്തിന് അർത്ഥമുണ്ടാകണമെങ്കിൽ, നമ്മൾ ഈ ബഹളങ്ങളിൽ നിന്ന് മാറി നിന്ന് അല്പസമയമെങ്കിലും അള്ളാഹുവുമായിട്ടുള്ള ഖൽവത്തിന് നമ്മളൊരു സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. അള്ളാഹുവുമായിട്ട് നമ്മുടെ പാപങ്ങളെ, നമ്മുടെ ശരീരങ്ങളെ, നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ ഒരു സമയം കണ്ടെത്തണം. ആ സമയത്തിനനുസരിച്ചാണ് നമ്മുടെ ബാക്കിയുള്ള സമയങ്ങൾ വിലയിരുത്തപ്പെടുക, അല്ലെങ്കിൽ അതിന് വില നൽകപ്പെടുക. അപ്പോൾ ഈ പുറം ഓടിയാണ് നമ്മുടെ ഓരോ ജീവിതത്തിലുള്ള ഓരോ ഡ്യൂട്ടികൾ, സാമൂഹികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിൽ പ്രസിദ്ധി സാധനങ്ങളൊക്കെ അതിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നടക്കുക. എന്തെങ്കിലും സ്ഥാനങ്ങൾക്ക് വേണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ എന്തിലേക്ക് മുന്നിടും, ഫോട്ടോ വരുമെങ്കിൽ നമ്മൾ എന്തിനെങ്കിലും മുന്നിലേക്ക് വരും. അങ്ങനെ തുടങ്ങി ഒരു 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 അന്തസത്തയില്ലാത്ത പ്രവർത്തനങ്ങളിലാണ് നമ്മൾ ഏർപ്പെടുന്നത്. എന്നാൽ ഇവിടെ ഫലം ഉണ്ടാക്കാനുള്ള മാധ്യമാണെന്ത്? നമ്മൾ ആ വേര് ഉറപ്പിക്കുക. വേര് എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ്. ആ അള്ളാഹുവിൻ്റെ പക്കലുള്ള നമ്മുടെ സ്ഥാനം, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത, ഇതിൽ നിന്ന് ഉറവ പൊട്ടുന്നതായിരിക്കണം നമ്മുടെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ. ഓക്കെ. അതാണ് ഇദ്ഫിൻ വുജൂദക ഫീ അർളിൽ ഖുമൂൽ എന്ന് പറഞ്ഞത്. അത് ഖുമൂൽ എന്ന് പറഞ്ഞാൽ കുറേ കാലം ഇങ്ങനെ മലൻ്റെ മുകളിൽ പോയിട്ട് ഇങ്ങനെ അള്ളാഹുവിനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കണം എന്നില്ല. ഓരോ സമയങ്ങളും, നിശ്ചിത സമയങ്ങളിൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് ഒന്നിച്ചിരിക്കാൻ സമയം കണ്ടെത്താം. അള്ളാഹുവിനെ ആലോചിച്ചിരിക്കാൻ, അള്ളാഹുവിനെ മാത്രം ആലോചിക്കുന്ന ഒരു സമയം. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾക്ക് സാധാരണ പല സ്വഹാബത്തിൻ്റെയും ഇതിലൊക്കെ പറയാറുണ്ടല്ലോ അല്ലേ, കിടക്കുന്നതിന് മുമ്പ് അന്ന് ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും സ്വന്തം നഫ്സിനെക്കുറിച്ച് വിചാരണ ചെയ്യും. ഹാസിബു ഖബ്ല അൻ തുഹാസബു വസിനു അഅമാലകും ഖബ്ല അൻ തൂസനു എന്നൊക്കെ പറയുന്ന, താൻ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്ന് രാവിലെ മുതൽ ഇന്ന് വൈകുന്നേരം വരെ എന്തെല്ലാം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന് സ്വയം വിചാരണ നടത്തുന്ന ആളുകളുണ്ടായിരുന്നു. ആ ഒരു പണി നമ്മൾ എന്നെടുക്കണം. അതിനെ അപ്പണിയെ മൂപ്പര് നമ്മുടെ മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി സദൃശ്യപ്പെടുത്തിയതൊരു വേരിനോടാണ്, ഒരു മരത്തോടാണ്. നമ്മൾക്കറിയാം, ഏത് മരമാണെങ്കിലും അത് പുറത്ത് അല്ലെങ്കിൽ മണ്ണിൻ്റെ മുകളിൽ ഉള്ള വിത്തിൽ നിന്നാണ് മുളക്കുന്നതാണെങ്കിൽ കുറച്ചൊക്കെ മുള പൊട്ടും. പക്ഷെ ആ ഫലം അല്ലെങ്കിൽ ആ മരം തന്നെ ശരിക്ക് എന്താവില്ല, വളരില്ല.
വളർന്നാൽ തന്നെ ഫലം യഥാർത്ഥത്തിൽ കായ്ക്കില്ല. കാരണം അതിന് മണ്ണിൻ്റെ ആഴങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട കുറച്ച് സാധനമുണ്ട്, അത് കിട്ടൂല. ഇനി മരം കായ്ച്ചാൽ തന്നെ, അല്ലെങ്കിൽ മരം ഉണ്ടായാൽ തന്നെ ജസ്റ്റ് ഒരു കാറ്റത്ത് അതൊക്കെ വീണു പോകും. അങ്ങനെ അതിനെ ഉറപ്പിച്ച് നിർത്തുന്നത് വേരാണ്. അപ്പോൾ ഈ വേരാണ് നമ്മൾ അള്ളാഹുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. ആ അള്ളാഹുമായിട്ടുള്ള ബന്ധം, അള്ളാഹുമായിട്ടുള്ള ഇഷ്ടം, ഹുബ്ബ്, മഹബത്ത്, ശരീഅത്തുമായിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അത് എത്രത്തോളം നമ്മുടെ പ്രതിബദ്ധത, ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് നമ്മളൊരു അടിത്തറ നമുക്ക് ഉണ്ടാക്കി വെക്കണം. അതിൽ നിന്നാണ് പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ടാവേണ്ടത്. നമ്മൾ ഒക്കെ സൂചിപ്പിച്ചതാണ്, നമ്മുടെ നിയ്യത്തായാലും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള വിചാരണ നടത്തണം. അപ്പോൾ പിന്നെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് നേരിടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുള്ള ചിന്ത മതി. എന്ത് നഷ്ടങ്ങളാണെങ്കിലും അല്ലെങ്കിൽ അനുഗ്രഹങ്ങളാണെങ്കിലും എല്ലാം അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാനുള്ളൊരു മനക്കരുത്ത് നമുക്ക് അതോടെ ലഭിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് ജോലിയാവാൻ, അള്ളാഹുവിന് മാത്രം നമ്മുടെ ചിന്തകൾ ലഭിക്കാൻ, കൊടുക്കാൻ നമ്മൾ ഏർപ്പെടണമെന്ന് പറഞ്ഞു. അതിൽ അഖലുണ്ടാക്കാം. അഖലിനെ നമ്മുടെ വിജ്ഞാനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ചിന്തകൾ കൊണ്ട് നമ്മുടെ ബുദ്ധിയെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് കണക്ട് ചെയ്യാം, അല്ലേ? അള്ളാഹുവിൻ്റെ അഖല് എന്ന് പറയുന്നത് ഖൽബെന്ന് വേറെ ആയിട്ട് പറയാറുണ്ടല്ലോ. ഖൽബ് എന്നുള്ളത് ആത്തിഫത്തിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് തിരിച്ചറിയാൻ നമുക്ക് ധാരാളം തെളിവുകൾ നമ്മുടെ പക്കലുണ്ടാവും, അല്ലേ? ഒരാൾ അള്ളാഹു ഉണ്ടോ എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ ഉണ്ടെന്ന് സ്ഥിരപ്പെടുത്തി കൊടുക്കാൻ നമ്മളടുത്ത് കുറേ തെളിവുകളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ അഖൽ കൊണ്ട് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു ഉണ്ട് എന്നുള്ളത്. പക്ഷേ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് മറ്റൊന്ന്. ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ മഹബത്ത് അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള ഇൻഖിയാദ്, ഇത് യഥാർത്ഥത്തിൽ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ലെങ്കിൽ ഖൽബിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അത് ഖൽബിലേക്ക് ഇറങ്ങിക്കണമെങ്കിൽ നമ്മൾ ഇബാദത്തിൻ്റെ സമയത്ത് നമുക്ക് മടി വരില്ല, നിസ്കാരത്തിൽ നമുക്ക് മറ്റു ചിന്തകൾ വരില്ല. കാരണം പൂർണ്ണമായിട്ടും ഉബൂദിയത്ത് സ്ഥിരപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മൾ അള്ളാഹുവിൻ്റെ ചിന്തയിൽ. അപ്പോൾ അഖലും ഖൽബും ഇതിനെ രണ്ടും നന്നാക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ പണിയാണ്. ഈ ഖൽവത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ തസ്കിയത്തുൻ നഫ്സ്, നമ്മുടെ ശരീരത്തിന് ഓരോ ഇച്ഛകളുണ്ടാവും, ഓരോ ചിന്തകളുണ്ടാവും. ആ ചിന്തകളിൽ നിന്നൊക്കെ മുക്തമാക്കി അത് അഫ്ലഹ മൻ തസക്ക, അല്ലേ? അത് അഫ്ലഹ മൻ സക്കാഹ, അങ്ങനെ തുടങ്ങി പലതും. ആ ശരീരത്തെ സംരക്ഷിക്കുക, തസ്കിയത്തുൻ നഫ്സ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. പലപ്പോഴും നമ്മുടെ കുറേ കാര്യങ്ങൾ നമ്മൾ വീണ്ടും വിചാരണ നടത്തേണ്ടി വരും, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ കടിഞ്ഞാണ്ടിടേണ്ടി വരും, ചില ചിന്തകളെ തൊട്ട് തുടങ്ങിയ എല്ലാം. അപ്പോൾ പൂർണ്ണമായിട്ടും ശരീരത്തിന് വിധേയം അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വിധേയമാക്കുക നമ്മുടെ ശരീരത്തെ എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, നമ്മൾക്ക് സാധാരണ ജീവിതത്തിലൊക്കെ ഉള്ള ഒരു പ്രായോഗിക കാര്യമാണിത്. ചെറിയൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഒരു കച്ചവടക്കാരൻ, ഒരു ബിസിനസ് മാന് കച്ചവടം ഇങ്ങനെ തുടങ്ങിയാൽ അന്ന് രാവിലെ മുഴുവൻ ഇങ്ങനെ കൊണ്ടുകൊടുക്കലുകൾ, വാങ്ങുക, വിൽക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ. അന്ന് രാത്രി അല്ലെങ്കിൽ ഒന്നുകിൽ മിക്കവാറും ഓരോ ദിവസവും അന്ന് രാത്രി അവരൊന്ന് കൂടിയിരിക്കും. എന്നിട്ട് അന്നത്തെ വരവ് ചെലവ് കണക്കുകൾ അല്ലെങ്കിൽ അന്നത്തെ വരവിനെക്കുറിച്ച്, ഇന്നത്തെ കച്ചവടത്തിൻ്റെ പാടിനെക്കുറിച്ച് അവരെന്താവും ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്യലാണ് യഥാർത്ഥത്തിൽ ഈ കച്ചവടത്തിൻ്റെ വിജയം. എവിടൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഇനി എവിടൊക്കെയാണ് ലാഭങ്ങൾ വരേണ്ടത്, ലാഭം ഇന്ന കാര്യം കൂടി ചെയ്താൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാം, ഇങ്ങനെ തുടങ്ങി കൃത്യമായിട്ടുള്ള ഒരു വിലയിരുത്തലുകൾ. അത് കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. പക്ഷെ ആ വിലയിരുത്തലുകൾക്കനുസരിച്ചാണ് ഒരു ദിവസം മുഴുവൻ ഓടുന്നത്. ആ കച്ചവടം യഥാർത്ഥത്തിൽ ഓടുന്നത്. ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. അതേപോലെ അള്ളാഹുവുമായിട്ടുള്ള ഒരു ഇടപാട്, അവിടെ ഒരു വിലയിരുത്തലുകൾ നമുക്ക് ജീവിതത്തിൽ അത്യാവശ്യമാണ്. നമ്മുടെ ജീവിതം ഇങ്ങനെ കടന്നു ഒരിക്കലും ഇങ്ങനെ പോകുന്നുണ്ടാവും. പക്ഷെ ആ ഒഴുക്ക് എന്നുള്ളത് അള്ളാഹു വിചാരിച്ചതിനനുസരിച്ചിട്ടുള്ള ഒഴുക്കാണോ എന്ന് നമുക്ക് നോക്കണമെങ്കിൽ എന്ത് വേണം? ഇങ്ങനത്തെ ഇടയ്ക്കുള്ള ഹിസാബുകൾ ഉണ്ടാവണം. മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി ഇതേ ആശയത്തിൽ മറ്റൊരു ഹിക്മത്തും കൂടി പറയുന്നുണ്ട്. മാ നഫഅൽ ഖൽബ മിസ്ല ഉസ്ലത്തിൻ യദ്ഖുലു ബിഹാ മൈദാന ഫിക്റ. ഖൽബിന് ഏറ്റവും ഉപകാരമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഉസ്ലത്താണ്.
യദ്ഖുലു ബിഹാ മൈദാന ഫിക്ര. അതുകൊണ്ട് ഉസ്ലത്ത് വെറുതെ ആൾക്കാർ ഒഴിവായി നിൽക്കുക എന്നുള്ളത് മാത്രമല്ല, അതല്ല, മറിച്ച് അതുകൊണ്ട് ഫിക്രത്തിലേക്ക് എത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ചുള്ള ചിന്ത, ആഖിറത്തിനെ കുറിച്ചിട്ടുള്ള ചിന്ത, അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് ഉണരുക, അള്ളാഹുവിൻ്റെ കലാമുമായിട്ട് ഖുർആൻ ഓതിയിട്ട് അതിലുള്ള അർത്ഥങ്ങൾ ആലോചിച്ചിട്ട് അള്ളാഹുവിലേക്ക് എത്തുക. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ ഫിക്രത്തിലേക്ക് എത്തുന്ന ഉസ്ലത്താണ് ഹൃദയത്തിന് ഏറ്റവും ഉപകാരപ്രദമായ കാര്യമെന്ന് മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി പറയുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യകാലത്ത് ഉസ്ലത്തിലൂടെയായിരുന്നല്ലോ അല്ലേ വന്നിരുന്നത്. ഹബ്ബിബ ഇലയ്യൽ ഖൽവത്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. നമ്മൾക്കറിയാം ഖദീജ ബീവിയുടെ ഓറ ഹിറായിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബുവത്തിന് മുമ്പ് തന്നെ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നു. അവിടെ ഇങ്ങനെ ഖൽവത്തിൽ ചിലപ്പോൾ 1-2 ദിവസങ്ങളൊക്കെ അവിടെ നിൽക്കും. മഹദിയായ ഖദീജ ബീവിയാണ് ഭക്ഷണം ഇതൊക്കെ കൊണ്ടായി കൊടുത്തിരുന്നത്. അവിടുന്ന് ഇങ്ങനെ കാബ ഇങ്ങനെ നേരിട്ട് കാണുന്ന ഒരു സ്ഥലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിപ്പിടമുറപ്പിച്ച് ആരാധനാ നിമഗ്നനായിരുന്നു. അപ്പോൾ ഇങ്ങനെയായിരുന്നു അല്ലേ. അങ്ങനെ കുറേ ആൾക്കാരെ നമ്മൾക്ക് കാണാം ജീവിതത്തിൽ. അല്ലെങ്കിൽ എല്ലാ ആളുകളാണെങ്കിലും ഉയർന്ന സൂഫികളാണെങ്കിലും സ്വഹാബികളാണെങ്കിലും ഒക്കെ എല്ലാവർക്കും ഒരു അള്ളാഹുമായിട്ട് ആലോചിക്കുന്ന, നമ്മൾ രാത്രിയുടെ യാമങ്ങൾ തഹജ്ജുദ് ഖിയാമുൽ ലൈലിനൊക്കെ പ്രാധാന്യം നൽകാനുള്ളൊരു കാരണം അതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള ഒരു നേരം എല്ലാവരും ഉറങ്ങുമ്പോൾ അള്ളാഹുമായിട്ട് ഇങ്ങനെ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് നമ്മൾ മറ്റുള്ള ഇടപാടുകളിൽ നിന്നൊക്കെ മാറി നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള ബന്ധം അത് കാത്തു സൂക്ഷിക്കുക, നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിച്ച് കരയുക. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഖൽവത്ത് അല്ലെങ്കിൽ ഉസ്ലത്ത് എന്നുള്ളതുകൊണ്ടൊക്കെ പറഞ്ഞത്. മഹാനായ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിക്കുന്നുണ്ട്, മൻ നജാത്തു യാ റസൂലല്ലാഹ് അംസിക അലൈക ലിസാനക് വല്യസാക ബൈതുക് വബ്കി അലാ ഖതിയതിക്. അല്ലേ, കൃത്യമായിട്ട്. അപ്പോൾ രക്ഷപ്പെടണമെങ്കിൽ ഇതാണ് മാർഗം. ഏത് രക്ഷകളാണെങ്കിലും എല്ലാ രക്ഷത്തിനും രക്ഷക്കുള്ള ഇതാവുന്നത് അല്ലേ, നീ നിൻ്റെ ഇടത്ത് ഒതുങ്ങിയിട്ട് നിൻ്റെ ഖതിയത്തിൻ്റെ മേൽ, പിഴവുകളുടെ മേൽ കരയാൻ, അതിനെക്കുറിച്ച് ആലോചിച്ച് തൗബ ചെയ്യാൻ നീ ഒരു സമയം കണ്ടെത്തണമെന്ന് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരോട് പറയുന്നുണ്ട്? ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ആളുകൾ കാണുക എന്നുള്ള ആ ഒരു അടിസ്ഥാനം ഉണ്ടായിട്ടില്ലെങ്കിലാണ് നമ്മൾക്ക് മറ്റേ കിബർ അല്ലെങ്കിൽ എന്തെങ്കിലും സാമൂഹിക പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ലക്ഷ്യം ഇപ്പോൾ അതാണ് എന്നുള്ളൊരു ലക്ഷ്യം ഇല്ലാതെയാവുന്നത് നമ്മൾ ആ അടിസ്ഥാനം ശരിയാക്കാത്തതുകൊണ്ടാണ്. ഞാൻ എന്ത് പ്രവർത്തിക്കുകയാണെങ്കിലും അത് ആരെയും കാണാൻ വേണ്ടിയിട്ട്, ഉസ്താദാവട്ടെ അല്ലെങ്കിൽ മാതാപിതാക്കളാവട്ടെ അല്ലെങ്കിൽ നാട്ടുകാരാവട്ടെ, എന്താണെങ്കിലും ഒരു കാണാൻ വേണ്ടിയിട്ട് എന്നുള്ള ചിന്ത വരുന്നത് നമ്മൾ ഈ അടിത്തറ ശരിയാക്കാത്തതുകൊണ്ട്, വേര് ശരിയാക്കാത്തതുകൊണ്ടാണ്. മഹാനായ ഷെയ്ഖ് സഈദ് റമദാൻ ബൂത്തി റഹിമഹുല്ലാ അദ്ദേഹം റിയാഇനെക്കുറിച്ച് പിതാവ് ചോദിക്കപ്പെടുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മുല്ല റമദാനുൽ ബൂത്തി അദ്ദേഹത്തോട് റിയാഇനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം തിരിച്ച് ചോദിക്കുന്ന ഇതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലൻ്റെ അപ്പുറം റിയാഇന് അവകാശപ്പെട്ട ആരാ ഉള്ളത്? അല്ലേ, ഞാൻ എൻ്റെ ഇബാദത്ത് കാണിച്ചു കൊടുക്കാൻ അള്ളാഹുവിൻ്റെ അപ്പുറം ആരൊരാളോ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഒരു ഹക്കില്ലല്ലോ, ഒരു അവകാശം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അധികാരം ഒരാൾക്കില്ലല്ലോ, ഇല്ല. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നതൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുവിന് വേണ്ടി മാത്രമാവുക. അത് നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ അത് സ്ഥിരപ്പെടാനുള്ളൊരു മാധ്യമമാണ് ഇടയ്ക്കിടയ്ക്ക് അള്ളാഹുമായിട്ടുള്ള ഒറ്റക്കിരിക്കലിൻ്റെ നിമിഷങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ പുറം മോടികൾ എന്നുള്ള സാധനങ്ങളൊന്നും എന്തല്ല, ഒരു കാര്യത്തിൽപ്പെട്ടതല്ല. യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം, എല്ലാത്തിൻ്റെയും ലക്ഷ്യം ഭൗതികത അല്ലെങ്കിൽ ഭൗതികമായിട്ട് നമ്മൾ എന്തെങ്കിലും ഏർപ്പാടുകൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെയും ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ മക്കിൻ വുജൂദക ഫി അർദിൽ ഖുമൂലി സമന ലിതൽമന ബഖാ അസരിക ദഹ്റ. കുറച്ച് സമയം ഈ ഖുമൂലിൻ്റെ അവസ്ഥ നീ എപ്പോഴും നിൻ്റെ ശരീരത്തിന് സമ്മാനിച്ചു കൊണ്ടേയിരിക്കുക, എന്നാൽ അതിൻ്റെ അസർ എന്നേക്കും നിൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നിൻ്റെ പ്രവർത്തനങ്ങളിൽ അത് കാണും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശുക്രാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.